സ്നേഹമുള്ളവരെ, ഇതൊരു അഡ്മിഷൻ കാലമാണല്ലോ. അഡ്മിഷൻ കാലം എന്നത് കരിയർ ഗൈഡൻസിൻ്റെ കൂടെ കാലമാണ്. എന്നാൽ പുതിയ കാലത്ത് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലഭിക്കുന്ന കരിയർ ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രായം കുറഞ്ഞ പുതുതലമുറയിലെ കരിയർ ഗൈഡുമാർ. ഈ കരിയർ ഗൈഡുമാരാവട്ടെ വിവരങ്ങൾ എടുക്കുന്നത് പലപ്പോഴും AI പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന വിവരങ്ങളാണ്. യാതൊരു വിധത്തിലെ ക്രോസ് ചെക്കിങ്ങും നടത്താതെ നൽകുന്ന ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് ഗുണത്തെക്കാളേറെ അപകടമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, അടുത്ത കാലത്ത് വളരെ അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രസിദ്ധയായ ഒരു കരിയർ വിദഗ്ധ കേരളത്തിലെ സൈക്കോളജി കോഴ്സുകളെ കുറിച്ച് BA സൈക്കോളജി BSc സൈക്കോളജികളെ കോഴ്സുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അവർ പറയുന്നത് BSc സൈക്കോളജി എന്നത് സയൻസ് ഓറിയൻറ്റേഷനുള്ള ഫിസിയോളജി പഠിപ്പിക്കുന്ന കോഴ്സും, അതേസമയത്ത് BA സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറേയും കൂടി ഫിലോസഫിയും സോഷ്യൽ സൈക്കോളജിയും ചേർന്നതുമെന്നാണ്. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ BA സൈക്കോളജി കോഴ്സ് ഇല്ല, BSc സൈക്കോളജി കോഴ്സാണ്. അപ്പോൾ ChatGPT, ഞാനിത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ChatGPT നോക്കി. ChatGPT എന്താണോ പറഞ്ഞത് അതാണ് വലിയ ഒരു കരിയർ വിദഗ്ധയായ ഒരാൾ പോലും പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് പറയേണ്ടത്, നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച്. മറ്റൊരു കാര്യം, ആ ഇൻട്രസ്റ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ആ വിഷയത്തിൽ കഴിവ് തെളിയിച്ച മെൻറ്റർമാരോടാണ് നിങ്ങൾ അഭിപ്രായം തേടേണ്ടത്. അവരുടെ ഇൻഫർമേഷനെയാണ് പ്രാഥമികപരമായി നിങ്ങൾ എടുക്കേണ്ടത്. കരിയറുമായി ബന്ധപ്പെട്ട മറ്റ് അനവധി വീഡിയോകൾ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിനായി ഈ ചാനലിനകത്തുള്ള മറ്റു വീഡിയോകളിലേക്ക് നിങ്ങൾ പോവുക. എല്ലാവർക്കും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ആശംസിക്കുന്നു. Have a great day.